നമസ്കാരം. ഓ ഓ ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ. കൂജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം പാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം ത്രിഷഷ്ടിതമ സർഗഃ 63-ാം സർഗം. 63-ാം സർഗത്തിലെ 1 തുടങ്ങി 7 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം. പ്രതിബുദ്ധോ മുഹൂർത്തേന ശോകോപഹതചേതനഃ അഥ രാജാ ദശരഥ സചിന്താമഭ്യപദ്യത. രാമലക്ഷ്മണയോശ്ചൈവ വിവാസാത് വാസവോപമം ആപേദേ ഉപസർഗസ്തം തമസൂര്യമിവാസുരം. സഭാര്യേ ഹി ഗതേ രാമേ കൗസല്യാം കൗസലേശ്വരഃ വിവക്ഷുരസിതാപാംഗിം സ്മൃത്വാ ദുഷ്കൃതമാത്മനഃ. സ രാജാ രജനീം ഷഷ്ഠിം രാമേ പ്രവാജിതേ വനം അർദ്ധരാത്രേ ദശരഥ സോസ്മരദ്ദുഷ്കൃതം കൃതം. സ രാജാ പുത്രശോകാർത്ത സ്മൃത്വാ ദുഷ്കൃതമാത്മനഃ കൗസല്യാം പുത്രശോകാർത്താം ഇദം വചനമബ്രവീത്. യദാ ചരതി കല്യാണി ശുഭം വാ യദി വാ ശുഭം തദേവ ലഭതേ ഭദ്രേ കർത്താ കർമ്മജമാത്മനഃ. ഗുരുലാഘവമർത്ഥാനാം ആരംഭേ കർമ്മണാം ഫലം ദോഷം വായോ ന ജാനാതി സബാല ഇതി ഹോച്യതേ. 1 തുടങ്ങി 7 വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത് 63-ാം സർഗത്തിൽ. ഇനി 1-ാമത്തെ ശ്ലോകം ചൊല്ലി അർത്ഥം പറയാം. പ്രതിബുദ്ധോ മുഹൂർത്തേന ശോകോപഹതചേതനഃ അഥ രാജാ ദശരഥ സചിന്താമഭ്യപദ്യത. 1-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: കുറച്ചു നേരത്തിനുള്ളിൽ ബോധം വന്നിട്ട് ശോകത്താൽ ഹതചിത്തനായ രാജാവ് വിചാരമഗ്നനായി തീർന്നു. ശ്ലോകം 2. രാമലക്ഷ്മണയോശ്ചൈവ വിവാസാത് വാസവോപമം ആപേദേ ഉപസർഗസ്തം തമസൂര്യമിവാസുരം. 2-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: രാമലക്ഷ്മണന്മാരുടെ വേർപാടുമൂലമുണ്ടായ വിഷാദം ഇന്ദ്രതുല്യനായ അദ്ദേഹത്തെ രാഹു സൂര്യനെ എന്ന പോലെ ഗ്രസിച്ചു. ശ്ലോകം 3. സഭാര്യേ ഹി ഗതേ രാമേ കൗസല്യാം കൗസലേശ്വരഃ വിവക്ഷുരസിതാപാംഗിം സ്മൃത്വാ ദുഷ്കൃതമാത്മനഃ. ശ്ലോകം 3-ൻ്റെ അർത്ഥം: രാമൻ സപത്നീകനായി പോയതിൽ പിന്നെ കോസലേശ്വരൻ കറുത്ത കടമിഴിയോടുകൂടിയ കൗസല്യയോട്
തൻ്റെ ദുഷ്കൃതത്തെപ്പറ്റി പറയാൻ ആഗ്രഹിച്ചു. ശ്ലോകം 4. സ രാജാരജനിം ഷഷ്ടിം രാമേ പ്രവാജിതേ വനം അർദ്ധരാത്രേ ദശരഥ സോസ്മരദുഷ്കൃതം കൃതം. ശ്ലോകം 4ൻ്റെ അർത്ഥം: രാമൻ വനത്തിലേക്ക് പോയിട്ട് 6-ാം രാവിൽ പാതിരായ്ക്ക് രാജാവ് താൻ ചെയ്ത ഒരു ദുഷ്കൃത്യത്തെപ്പറ്റി ഓർത്തു. ശ്ലോകം 5. സ രാജാ പുത്രശോകാർത്ത സ്മൃത്വാ ദുഷ്കൃത്യമാത്മന കൗസല്യാം പുത്രശോകാർത്താം ഇദം വചനമബ്രവീത്. തൻ്റെ ആ ദുഷ്കൃത്യം സ്മരിച്ചപ്പോൾ പുത്രശോകാർത്തനായ രാജാവ് പുത്രശോകാർത്തയായ കൗസല്യയോട് ഇപ്രകാരം പറഞ്ഞു: യഥാ ചരതി കല്യാണി ശുഭം വാ യതി വാ ശുഭം തദേവ ലഭതേ ഭദ്രേ കർത്താ കർമ്മജമാത്മനഃ. ശ്ലോകം 6ൻ്റെ അർത്ഥം: ശുഭചേതനെ, ഭദ്രേ, ഒരാൾ ശുഭം ചെയ്യുന്നുവെങ്കിലും അശുഭം ചെയ്യുന്നുവെങ്കിലും കർമ്മഫലമായി അതിൻ്റെ ഫലം തന്നെ അയാൾക്ക് തിരിച്ചു കിട്ടുന്നു. ശ്ലോകം 7. ഗുരുരാഘവമർത്ഥാനാം ആരംഭേ കർമ്മണാം ഫലം ദോഷം വായോ ന ജാനാതി സബാല ഇതിഹോച്യതേ. ആരാണോ കർമ്മം ചെയ്യുമ്പോൾ തുടക്കത്തിൽ അതിൻ്റെ ഗൗരവവും ലാഘവവുമായ അർത്ഥം അറിയാതിരിക്കുന്നത് അവൻ മൂഢൻ തന്നെ എന്നൊരു ചൊല്ലുണ്ട്. ശ്ലോകം 8 തുടങ്ങി 14 വരെയുള്ള ഭാഗം ചൊല്ലാം. കക്ഷിതാമ്രവണം ചിത്വാ പലാശാം ച നിഷിജ്യതി പുഷ്പം ദൃഷ്ട്വാ ഫലേ ഗൃധ്നു സശോചതി ഫലാഗമേ. അവിജ്ഞായ ഫലം യോ ഹി കർമ്മത്വേവാനുധാവതി സശോചേത് ഫലവേലായാം യഥം കിംശുകസേചകഃ. സോഹമാമ്രവണം ചിത്വാ പലാശാം ഛന്യഷേചയം രാമം ഫലാഗമേ ത്യക്ത്വാ പശ്ചാച്ഛോചാമി ദുർമതിഃ. ലബ്ധശബ്ദേന കൗസല്യേ കുമാരേണ ധനുഷ്മതാ കുമാരശബ്ദവേധീതി മയാ പാപമിദം കൃതം. തദിദം മേനു സംപ്രാപ്തം ദേവീ സുഖം സ്വയം കൃതം സമ്മോഹാദിവ ബാലേന തഥാ സ്യാത് ഭക്ഷിതം വിഷം. യഥാന്യപുരുഷഃ കശ്ചിത് പലാശൈർമോഹിതോ ഭവേത് ഏവം മയാപ്യവിജ്ഞാതം ശബ്ദവേദ്യമിദം ഫലം. ദേവന്യൂഢാ ത്വമഭവോ യുവരാജോ ഭവാമ്യഹം തതപ്രാവിഡനുപ്രാപ്ത മമ കാമവിവർദ്ധിനി. എട്ടാമത്തെ ശ്ലോകം ചൊല്ലി ഏകദേശമായ അർത്ഥമൊന്ന് ചിന്തിക്കാം. കക്ഷിതാമ്രവണം ചിത്വാ പലാശാം ച നിഷിഞ്ജതി പുഷ്പം ദൃഷ്ട്വാ ഫലേ ഗൃധ്നു സശോചതി ഫലാഗമേ. എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ആമ്രവനം അല്ലെങ്കിൽ മാന്തോപ്പ് വെട്ടിക്കളഞ്ഞിട്ട് അവിടെ പ്ലാശുമരം നട്ടു നനച്ചുണ്ടാക്കുന്നവൻ പഴം ആഗ്രഹിച്ചിട്ട് ഫലം ഉണ്ടാകുന്ന കാലത്ത് പുഷ്പം കാണുമ്പോൾ ദുഃഖിക്കുന്നു. അതായത് ബാമ്പു ചെറുതും പ്ലാശിൻ പൂ വലുതുമാകയാൽ മാമ്പഴം ചെറുതും പ്ലാശിൻ ഫലം വലുതുമാവുമെന്ന് വ്യാമോഹിക്കുന്നു. ശ്ലോകം 9.
അവിജ്ഞായ ഫലം യോഗി കർമ്മത്വേവാനുധാവതി സശോചേത് ഫലവേലായാം യഥാ കിം ശുകസേചകഃ. ശ്ലോകം 9 അർത്ഥം. ആരാണോ ഫലത്തെക്കുറിച്ചറിയാതെ കർമ്മത്തെ പിന്തുടരുന്നത് അയാൾ ഫലം ഉണ്ടാകുന്ന കാലത്ത് പലാശം വളർത്തിയവനെ പോലെ ദുഃഖിക്കാനിടയാകുന്നു. ശ്ലോകം 10. സോഹമാമ്രവണം ചിത്വാ പലാശാംശനൃഷേചയം രാമം ഫലാഗമേ ത്യക്ത്വാ പശ്ചാച്ഛോചാപി ദുർമതിഃ. ശ്ലോകം 10 അർത്ഥം. അതുപോലെ മാന്തോപ്പ് വെട്ടിക്കളഞ്ഞിട്ട് പ്ലാശു നനച്ചു വളർത്തിയ ദുർമതിയായ ഞാൻ രാമനെ കൈവിട്ടിട്ട് അതിൻ്റെ ഫലമെത്തുമ്പോൾ ദുഃഖിക്കുകയാണ്. ശ്ലോകം 11. ലബ്ധശബ്ദേന കൗസല്യേ കുമാരേണ ധനുഷ്മത കുമാരശബ്ദവേദീതി മയാ പാപമിദം കൃതം. ശ്ലോകം 11 അർത്ഥം. ശബ്ദവേദി എന്ന യശസ്, അതായത് ശബ്ദം കേട്ടിട്ട് അമ്പെയ്തലെ ലക്ഷ്യത്തെ ഭേദിക്കുന്നവൻ. ശബ്ദവേദി എന്നുള്ളതിൻ്റെ അർത്ഥം ശബ്ദം കേട്ടിട്ട് അമ്പെയ്ത ലക്ഷ്യത്തെ അറിയാവുന്നവൻ അല്ലെങ്കിൽ ഭേദിക്കുന്നവൻ. രാജകുമാരനായിരുന്ന എനിക്ക് ഉണ്ടായിരുന്നപ്പോഴാണ് ഞാൻ ആ പാപം ചെയ്തത്. ശബ്ദവേദി എന്ന യശസ് രാജകുമാരനായിരുന്ന എനിക്കുണ്ടായിരുന്നപ്പോഴാണ് ഞാൻ ആ പാപം ചെയ്തത്. ഒന്നുകൂടെ ഞാൻ അർത്ഥം പറഞ്ഞെന്നേ ഉള്ളൂ, കുറച്ച് തെറ്റിപ്പോയി അതുകൊണ്ട്. ശ്ലോകം 12. തദിദം മേനു സംപ്രാപ്തം ദേവീ ദുഃഖം സ്വയം കൃതം സമ്മോഹാദിവ ബാലേന തഥാ സ്യാത് ഭക്ഷിതം വിഷം. ശ്ലോകം 12 അർത്ഥം. അറിവില്ലായ്മ കൊണ്ട് അറിയാതെ ഭക്ഷിച്ച വിഷമെന്ന പോലെ സ്വയംകൃതമായിട്ടുള്ള, അതായത് തന്നെത്താൻ ഉണ്ടാക്കിയ ദുഃഖം ഇപ്പോൾ എനിക്ക് വന്നു ചേർന്നിരിക്കുന്നു. ഞാൻ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്. ശ്ലോകം 13. യഥാ അന്യപുരുഷ കച്ചിത് പലാശൈർമോഹിതോ ഭവേത് ഏവം മയാപ്യവിജ്ഞാതം ശബ്ദവേദ്യമിദം ഫലം. ശ്ലോകം 13 അർത്ഥം. പ്ലാശ് കണ്ട് മയങ്ങിയിട്ട് ഒരു മൂഢൻ പ്രവർത്തിച്ചതുപോലെയാണ് ശബ്ദവേദിയായ അമ്പയക്കുന്നതിൻ്റെ ഫലം ഓർക്കാതെ ഞാൻ പ്രവർത്തിച്ചത്. ശ്ലോകം 14. ദേവ്യനുഢാത്വമഭവോ യുവരാജോ ഭവാമ്യഹം തതപ്രാവിഡനുപ്രാപ്ത മമ കാമവിവർദ്ധിനി. 14 ശ്ലോകത്തിൻ്റെ അർത്ഥം. ദേവി ഭവതി എന്ന അനൂഢയായിരുന്നു, അതായത് വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് ഒരർത്ഥമുണ്ട്. വേറൊരർത്ഥം കന്യകാദശ കഴിഞ്ഞിട്ടില്ല എന്നും ഉണ്ട്. അന്ന് ഞാൻ യുവരാജാവായിരുന്നു. അന്ന് അവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. കാമഭാവം വളർത്തുന്ന വർഷകാലം വന്നെത്തി. ബാക്കിയുള്ള ശ്ലോകം അടുത്ത ദിവസം ചൊല്ലി അർത്ഥം പറയാൻ ശ്രമിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.